ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇൻസ്റ്റയിലിട്ടൊരു പോസ്റ്റാണത്. ഹണി റോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അതിൻ്റെ താഴെ കുറേ ആൾക്കാർ അശ്ലീല കമൻ്റ് ഇടുന്നു. അങ്ങനെ അവർക്കെതിരെ ഹണി റോസ് കേസ് കൊടുക്കും. 10-60 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് കേസ് കൊടുത്തിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ അശ്ലീല ചുവയോടെ സംസാരിക്കുക, അതുപോലെ പിന്നെ ഇൻ്റർവ്യൂകളിലൊക്കെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക, ഇതൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. എനിക്കും കുടുംബവും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ എന്നെയും കുടുംബത്തിനെയും ബാധിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് സഹിക്കണു. ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഹണി റോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ കുറേ ആൾക്കാർ അവരുടെ ആ ഒരു മൈൻഡ് വെച്ചിട്ട് അതിനെ മോശം കമൻറ്റുകൾ ഇടും. ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് അത് ആൾക്കാരുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. അവർക്കൊക്കെ എതിരെ കേസ് കൊടുത്തത് നല്ല തീരുമാനം തന്നെയാണ്. കാരണം കുറച്ച് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊക്കെ പോയിട്ട് ആർക്കെതിരെ എന്തും പറയാമെന്നുള്ളൊരു ധൈര്യമാണ് ആളുകൾക്ക്. അതിനൊരു തീരുമാനമാവുമല്ലോ. ഇതിപ്പോൾ ഹണി റോസിന് എന്നല്ല, ഒരുവിധം പെണ്ണുങ്ങളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഒരുപാട് മോശപ്പെട്ട തെറികൾ പറയുക, ഇവരങ്ങോട്ട് മാനസികമായിട്ട് ഇങ്ങോട്ട് വിഷമിപ്പിച്ച്, അത് ചിലർക്ക് അതൊരു ശീലമാണ്. അപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഒന്ന് ചിന്തിക്കുമല്ലോ. ഹണി റോസ് ഉദ്ഘാടനത്തിനും ഒക്കെ പോകുമ്പോൾ ഹണി റോസിൻ്റെ പിന്നാലെ ക്യാമറയും തൂക്കി പോയിട്ട് മോശമായ ആംഗിളിൽ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ഇടുക, അതിനൊക്കെ എന്നിട്ട് ആളുകൾ മോശം കമൻറ്റുകൾ ഇടുക. ഇതിനൊക്കെ ഇപ്പോൾ ഹണി റോസ് എന്ത് ചെയ്യാനാണ്? അവർ തുണിയെടുക്കാതെ ഒന്നല്ലല്ലോ ഉദ്ഘാടനത്തിനൊന്നും പോണത്. പിന്നെ അവരുടെ തൊഴിൽ മേഖലയാണ് സിനിമ. പിന്നെ അതേപോലെ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ ആളുകൾ കൂടുന്നതുകൊണ്ടല്ലേ ഇപ്പോൾ ആൾക്കാർ ഉദ്ഘാടനത്തിന് വിളിക്കണത്. അപ്പോൾ ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ അതൊക്കെ കാണാൻ ചെല്ലണത്. എന്നിട്ട് പിന്നെ മോശം കമൻറ്റുകൾ കൊണ്ടുപോയി ഇട്ട് ഇവരെ വേദനിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ആസിഫ് അലി സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഹണി റോസിന് ഇഷ്ടമല്ലാന്നും പറഞ്ഞിട്ടും പിന്നെയും ഹണി റോസിൻ്റെ പിന്നാലെ ഇങ്ങനെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ. ബോബി ചെമ്മണ്ണൂരിൻ്റെ ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഒക്കെ ഈ ഡബിൾ മീനിങ്ങിലാണ് സംസാരിക്കുക. അയാൾക്കതൊരു രസമായിരിക്കും. പക്ഷേ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതും അയാൾ ഓർക്കണ്ടേ. അയാൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാൻ പറ്റുമോ? എന്ത് തോന്നിയ ദിവസം കാട്ടിയിട്ട് ഒരു ചാരിറ്റിയും ചെയ്ത് നടന്നാൽ അത് അതിനൊക്കെ ഉള്ളൊരു മറയായിട്ട് കാണുന്നുണ്ട് ചില ആളുകൾ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു തിരിച്ചടി തന്നെയാണിത്. ഇവരൊക്കെ ആരും പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണം. അപ്പോഴേ ഇവരൊക്കെ ഇതൊക്കെ നിർത്തുള്ളൂ. ഹണി റോസ് പറഞ്ഞത് ഉദ്ഘാടനത്തിന് പിന്നെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കലുണ്ട്, അല്ലാതെ ബോബി ചെമ്മണ്ണൂരിനോട് ഏറെ സംസാരിക്കാനൊന്നും പോവലില്ല എന്നാണ്. ബോബി ചെമ്മണ്ണൂർ പറയണത് ഞാൻ അവരെ അങ്ങനെ മോശമായിട്ടൊന്നും രീതിയിൽ സംസാരിച്ചിട്ടില്ല. അതവരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും സങ്കടമായിട്ടുണ്ട്. എന്തായാലും ഹണി റോസ് കേസ് കൊടുത്തോണ്ട് ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തുമല്ലോ. ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കണം. നിങ്ങൾ നിങ്ങളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ, ഞാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് പറഞ്ഞത്. മുമ്പ് തിരുവനന്തപുരത്ത് ഒരു +2 പഠിക്കുന്ന പെൺകുട്ടി ഇങ്ങനെ മോശം കമൻറ്റുകൾ ആളുകൾ പോസ്റ്റിന് താഴെ ഇട്ടിട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്തുണ്ടായതാണ് ഒരു 1.5 വയസ്സായ കുട്ടി. അമ്മ ചോറ് കൊടുക്കുമ്പോൾ അബദ്ധത്തിൽ താഴേക്ക് വീണു. ആ കുട്ടി രക്ഷപ്പെട്ടു. പക്ഷേ അമ്മയ്ക്ക് എതിരെ ആളുകളൊക്കെ കൂടെ മോശം കമൻ്റ് ഇട്ടിട്ട് ആ അമ്മനെ ഒരു മാനസിക രോഗിയാക്കി. ആ അമ്മ ആത്മഹത്യ ചെയ്തു. ഈ കമൻറ്റോളികൾ കാരണം ആ കുഞ്ഞിൻ്റെ അമ്മനെ നഷ്ടമായി. ഇതാണ് അവസ്ഥ. ആരും പ്രതികരിക്കാത്തതുകൊണ്ട് ഇവരിതെങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ വേണമല്ലോ.